ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? എന്റെ പേര് റുക്കിയ. എവിടെയാണ് സ്ഥലം? ചെമ്മാപ്പള്ളി. ഇപ്പൊ എന്താണ് BJP സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? നരേന്ദ്രമോദിജിയുടെ നാടിനെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഏറ്റവും ശക്തനായ ഒരു നേതാവ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ജാതി മത വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രസ്ഥാനത്തിനോട് ഇഷ്ടപ്പെടാൻ കാരണം. ഇപ്പോ ഈ മുത്തലാഖ് നിയമമൊക്കെ ഉണ്ടായിരുന്നല്ലോ, തീർച്ചയായിട്ടും അതെല്ലാം ഇസ്ലാമിക സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? മുത്തലാഖ് നിയമം കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ അംഗീകരിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുള്ള ഒരു രാത്രിയായിരുന്നു ആ പ്രഖ്യാപനം വന്നപ്പോൾ. അത് കേരളത്തിലെ മുസ്ലിങ്ങളല്ല, ഇന്ത്യയിലെ തന്നെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിച്ചുള്ള കാര്യമാണ്. കാരണം കുറെ കാലങ്ങളായിട്ട് സ്ത്രീകൾ അവഗണിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ഒരു മേഖലയിലായിരുന്നു ജീവിച്ചിരുന്നത്. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ആ പ്രഖ്യാപനം ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്, മുസ്ലിങ്ങൾക്കുള്ള വിജയം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. മുസ്ലിം സംഘടനകൾ മോദി സർക്കാരിനെ പറ്റി തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും മുസ്ലിം സംഘടനകൾ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. അത് എല്ലാ മുസ്ലിം സംഘടനകളും ഞാൻ പറയില്ല. അതിൽ വളരെ മത തീവ്രവാദം ചിന്തിക്കുന്ന കുറെ മുസ്ലിങ്ങൾ, തീർച്ചയായിട്ടും എന്റെ സുഹൃത്തുക്കളിൽ പലരും എനിക്ക് അയച്ചിരുന്ന വീഡിയോസുകൾ കണ്ടിട്ട് ഞാൻ വളരെയധികം ഞെട്ടിയിട്ടുണ്ട്. കാരണം ഒരിക്കലും ഇന്ത്യയിൽ നടക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഒരു പത്രത്തിൽ വരാത്ത, അല്ലെങ്കിൽ TV വരാത്ത വാർത്തകൾ അവർക്ക് നിർബന്ധമായും അവരിൽ അടിച്ചേൽപ്പിച്ച് തെറ്റിദ്ധാരണ പടത്തുക എന്ന വളരെ ഭീതിദയമായ ഒരു കാഴ്ച നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ഈ തൃശ്ശൂർ പോലുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിരവധി മുസ്ലിം സഹോദരങ്ങളുടെ ഒരു മണ്ഡലമാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്ന സമയത്ത് അത് BJP ബാധിക്കും? അത് ഒരിക്കലും BJP ബാധിക്കാതിരിക്കാനാണ് ഞങ്ങളുടെ പോലുള്ളവർക്ക്. കാരണം ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഒരിക്കലും ഇന്ത്യ എന്നോട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ ചോദിച്ചു, മോദി അധികാരത്തിൽ വന്നാൽ ഈ ഫ്ലാറ്റ് വിട്ട് ഞങ്ങളൊക്കെ പോണ്ടി വരുമോ റുക്കിയെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരിക്കലുമില്ല, നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ അത് കാണാം. ഇന്ന് നരേന്ദ്രമോദി 3ാം ഘട്ടം അധികാരത്തിൽ വരികയാണ്. ഇന്ന് വരെ അത് ഇന്ത്യയിൽ ഒരു മുസ്ലിങ്ങൾക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു മുസ്ലിങ്ങൾക്കെതിരെ ഒരു പ്രസ്താവന നരേന്ദ്രമോദി നടത്തി എന്നുള്ളൊരു പ്രചരണം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ടല്ലോ നിരന്തരമായിട്ട്, Media1 പോലുള്ള മാധ്യമങ്ങൾ. എന്തായിരിക്കും അത്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് തന്നെയാണ്. ഇലക്ഷൻ കാലം വന്നു കഴിഞ്ഞാൽ എന്താണ് പറയണം, എന്താണ് പറയേണ്ടാത്തതെന്നൊന്നും അവർക്കറിയില്ല. കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ച് എല്ലാവർക്കും ആ കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണയുണ്ട്. അതില് പൂർണ്ണമായിട്ടും ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് വലിയൊരു വിഭാഗം സുരേഷ് ഗോപി അടക്കം സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ ആ മതവിശ്വാസികൾ തന്നെ എന്നോട് പറഞ്ഞു ഇപ്രാവശ്യത്തോട്ട് സുരേഷ് ഗോപിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നടക്കുന്ന തെറ്റിദ്ധാരണകളൊന്നും ജനങ്ങളെ ബാധിക്കില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർ കൂടുതൽ ചിന്തിക്കുന്നു, അറിവുള്ളവരാണ്. അവരുടെ അടുത്ത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, കുടുംബശ്രീക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാവുന്നത് ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം പെൻഷനില്ല, ആശുപത്രികൾ മരുന്നില്ല, ഇതൊക്കെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു അവസ്ഥയാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ സാധാരണ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായിട്ട് ആള് നരേന്ദ്രമോദി എന്ന വ്യക്തി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇവിടെ പാർലമെന്റിൽ മത്സരിക്കും, ജയിക്കും. കാരണം അദ്ദേഹം സാധാരണ ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനമല്ല, ഞങ്ങൾ രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നമ്മുടെ നാടിന്റെ, അതിലൂടെ ജനങ്ങളുടെ. ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലെയുള്ള സംഭവങ്ങളിൽ വലിയ പ്രതിസന്ധി പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു സുരേഷ് ഗോപി ഇത് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയും, മതപരമായിട്ടൊക്കെ. ശരിയാണോ? പൂരങ്ങളും ഉത്സവങ്ങളും എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്നത് BJP-യേക്കാൾ ഇടതുപക്ഷം, അതുപോലെ തന്നെ കോൺഗ്രസ്. ഇവിടെ മത തീവ്രവാദം അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് ഈ പൂരം സംബന്ധിച്ചുണ്ടായ വിഷയങ്ങളും. സുരേഷ് ഗോപിക്ക് തന്നെയാണ് സാധ്യത. സുരേഷ് ഗോപിക്ക് തന്നെയാണ് സാധ്യത, തീർച്ചയായിട്ടും. നമസ്കാരം. എങ്ങനെയുണ്ട് BJP-യുടെ തൃശ്ശൂരിലെ പ്രവർത്തനങ്ങൾ? പ്രതീക്ഷകൾ സുരേഷ് ഏട്ടൻ തൃശ്ശൂർ എടുക്കും. മലപ്പുറത്തൊക്കെ എന്താ സംസാരം? മലപ്പുറത്ത് തന്നെ നല്ല മാറ്റമുണ്ട്. അപ്പോ അതിൽ കൂടുതൽ എത്രയും മടങ്ങ് ഇവിടെ ജനക്കൂട്ടമുണ്ട്, പ്രതീക്ഷയുണ്ട്. മലപ്പുറത്ത് തന്നെ ഞങ്ങൾക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ ജയല്ലെങ്കിലും നല്ല മാറ്റമുണ്ട്. അപ്പൊ ഇവിടെ ഒരു 100% പ്രതീക്ഷ ഉണ്ട്. ഇവിടെ ജയിക്കുന്ന പറയാനുള്ള കാരണം എന്താ? ഇവിടെ സുരേഷ് ഏട്ടനായത് കാരണം, പിന്നെ മോദിജിന്റെ കാര്യങ്ങൾ കണ്ടില്ലേ, മോദി ചെയ്യുന്ന നന്മകൾ കാണുന്നില്ല. മുസ്ലിംസ് പോലും മാറാൻ തുടങ്ങി. എന്ന് വെച്ചാല് മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഒക്കെ മാറി. അപ്പൊ പിന്നെ എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കാണ്. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിന്നിട്ടുള്ള സ്ഥാനാർത്ഥികളില് ഏറ്റവും സഹായിയും സന്മനസ്സും ദാനധർമ്മിയും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് സുരേഷ്. കേരളത്തിലെ സാധ്യതകൾ എങ്ങനെ? കേരളത്തിലെ മൊത്തത്തിലെ സാധ്യതകൾ കേരളത്തില് ഒരു 5 സീറ്റെങ്കിലും പിടിക്കും. ഏതൊക്കെ സീറ്റുകളാ? അത് സുരേഷ് ഏട്ടന്, അതുപോലെ നമ്മുടെ ശോഭ ചേച്ചി, അതുപോലെ നമ്മുടെ
തിരുവനന്തപുരം അങ്ങനെ. പിന്നെ ചിലപ്പോ ആന്റണി പിന്നെ വലിയ പിന്നോട്ടൊന്നല്ല, നമ്മുടെ അനിൽ ആന്റണി വലിയ പിന്നോട്ടൊന്നല്ല. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ജയിക്കാനുള്ള സാധ്യതകളുണ്ടോ? ജയിക്കാനല്ല, ജയിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും. പറയാൻ കാരണം നിങ്ങൾ തന്നെ കണ്ടില്ലേ, പിന്നെ ജനലക്ഷങ്ങൾ തന്നെയാണ്, ഒരു മാറ്റമില്ല. ചേച്ചി എങ്ങനെയുണ്ട്? പ്രതീക്ഷകൾ എങ്ങനെയുണ്ട്? സൂപ്പർ പ്രതീക്ഷയുണ്ട്. ജയിക്കും ഉറപ്പ്. 100% വിജയം തൃശ്ശൂരെ സുരേഷ് ഗോപിക്കൊപ്പം. അങ്ങനെ പറയാനുള്ള കാരണം പ്രവർത്തനമാണോ സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം? എല്ലാ പ്രവർത്തനവും വ്യക്തിത്വവും നരേന്ദ്രമോദിയുടെ വിജയ പദ്ധതികളും എല്ലാം കൂടി ഇപ്രാവശ്യം തൃശ്ശൂര് സുരേഷ് ഗോപിക്കൊപ്പം, പുതിയ കേരളം മോദിക്കൊപ്പം. ഈ വോട്ടുമറിക്കല് പരിപാടി ഈ തവണ നടക്കോ? ഇപ്രാവശ്യം നടക്കില്ല. ഇല്ല, ഉറപ്പ് ഞങ്ങൾ ജയിക്കും. ചേച്ചി, ഈ സുരേഷ് ഗോപി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇത്രയും നാൾ 5 വർഷം പരാജയപ്പെട്ട ഒരാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ എന്തായാലും ഇത്തവണ സ്വീകരിക്കും. ഉറപ്പ്, വോട്ടായിട്ട് സ്വീകരിക്കും ഉറപ്പ്. ഈ കരുവന്നൂരിലെ കള്ളന്മാർക്കൊക്കെ ശിക്ഷയായിരിക്കും ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട്? തീർച്ചയായിട്ടും ഉറപ്പ്. അടിപൊളി, ഉറപ്പായിട്ട് വിജയം സുരേഷ് ഗോപിയൊപ്പം എല്ലാവരും. വിജയം സുനിശ്ചിതം. സുരേഷ് ഗോപി മാത്രം. ഉറപ്പാണ്, സുരേഷ് ഗോപി ജയിക്കും ഉറപ്പാണ്. എടുക്കും. Oh,